ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള തർക്കങ്ങളും മറ്റും ബാധിച്ചിരിക്കുന്നത് സർക്കാർ ഖജനാവിനെയും കൂടിയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശത്തിന് മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 61 ലക്ഷം രൂപയാണ്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ ഫാലി എസ് നരിമാൻ, കെ വേണുഗോപാൽ എന്നിവരിൽ നിന്നായിരുന്നു നിയമോപദേശം തേടിയത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണ്. കേസിൽ തീർപ്പുണ്ടാക്കുമ്പോഴേക്കും ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചിലവാകും. ഫാലി എസ് നരിമാന് നിയമോപദേശത്തിന് നൽകിയത് 30 ലക്ഷം രൂപയാണ്. ഗവർണർക്കെതിരായ കേസിൽ സർക്കാരിനായി ഹാജരാകുന്നത് കെ വേണുഗോപാലാണ്. വിഷയത്തിൽ ഇദ്ദേഹവുമായി ചർച്ച നടത്തിയതിനും വാക്കാലുള്ള നിയമോപദേശത്തിനും 15 ലക്ഷം രൂപ നൽകിയെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ പറയുന്നത്. കോടതിയിൽ ഹാജരാകുന്നതിനുള്ള ബില്ല് പിന്നാലെ വരികയുള്ളൂ. ഫാലി എസ് നരിമാന്റെ ജൂനിയർമാർക്ക് 9.90 ലക്ഷവും 4 ലക്ഷവും രൂപയും നൽകിയിട്ടുണ്ട്. ക്ലർക്ക് വിനോദ് കെ ആനന്ദിനും 3 ലക്ഷം രൂപ നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാക്പോരും നിയമ പോരാട്ടങ്ങളും ഈ രീതിയിൽ തുടർന്നുകൊണ്ടുപോവുകയാണെങ്കിൽ സർക്കാർ ഖജനാവിനെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും.